കേരളത്തിലെ മുഴുവൻ ബി ജെ പിക്കാരെയും ഞെട്ടിച്ച തീരുമാനമായിരുന്നു ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള കൊടുങ്ങല്ലൂർ, തൃപ്പൂണിത്തുറ അടക്കമുള്ള മണ്ഡലങ്ങൾ 2020 കൊടുക്കാൻ തീരുമാനിച്ചു വന്നത്. 19 സീറ്റുകളാണ് 2020 അവരെ എൻ ഡി എയുടെ ഭാഗമാക്കുന്നതിൻ്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായുള്ള ബി ജെ പിയുടെ സംസ്ഥാന സമിതി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്. 2020 ഒരു ആശയമാണ്, നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിൻ്റെ ആശയം, തർക്കമില്ല. പക്ഷേ 2020 ബീജാവാപം നടന്നത് കിഴക്കമ്പലം, കുന്നത്തുനാട് മണ്ഡലത്തിലെ കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. പഞ്ചായത്തിൽ അവർ അധികാരത്തിലെത്തി, വലിയ മാതൃകാപരമായ പഞ്ചായത്ത് പ്രവർത്തനമൊക്കെ നടത്തി. തൊട്ടടുത്ത പഞ്ചായത്തുകളിലും ഈ 2020 വ്യാപിച്ചു. പക്ഷേ കേരളം മുഴുവൻ തെക്ക് മുതൽ വടക്ക് വരെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 2020 എത്ര സ്വാധീനമുണ്ട്, എത്ര വോട്ട് പിടിക്കാൻ കഴിയും എന്നത് നോക്കാതെയാണ് ബി ജെ പി 2020 19 സീറ്റുകൾ കൊടുത്തത് എന്നുള്ള ആക്ഷേപം ബി ജെ പി പ്രവർത്തകർക്കിടയിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ അടക്കമുള്ള മണ്ഡലങ്ങളിൽ തുടക്കത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ മാറി നിന്നു. പിന്നീട് അവർ സജീവമായി രംഗത്തിറങ്ങി. പക്ഷേ പലയിടത്തും നടന്ന കാര്യം എന്ന് പറയുന്നത് 2020 എന്ന് പറയുന്ന ആശയം ആൾക്കൂട്ടമായി മാറിയിട്ടില്ല. സാബു ജേക്കബ് ഒരു വലിയ നിസ്വാർത്ഥമായി, വളരെ ആത്മാർത്ഥമായി ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന ആളാണ്, തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇല്ലാത്തടത്തും അവർക്ക് സീറ്റ് കൊടുത്തു എന്നുള്ള ആക്ഷേപം ബി ജെ പി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ മത്സരമാണ്. തൃപ്പൂണിത്തുറയിൽ കൊണ്ടുവന്ന് അഞ്ജലി നായർ എന്ന് പറയുന്ന ഒരു സിനിമാ നടി അവരെ മത്സരിപ്പിച്ചു. പിന്നെ പല മണ്ഡലങ്ങളിലും, അപ്പം ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഞാൻ ശബരിമല വിഷയം സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞതൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കി. പക്ഷേ പലയിടത്തും 2020 പ്രവർത്തകർ ആരുമില്ലാതിരുന്നിട്ടും ബി ജെ പി പ്രവർത്തകരാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നയിച്ചത്. പക്ഷേ 19 സീറ്റുകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ആൾശേഷിയില്ലാത്തൊരു പാർട്ടിക്ക് അത്രയും സീറ്റുകൾ കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരോ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ 2020 ബലത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചോ, അതോ സാബു ജേക്കബ് എന്ന് പറയുന്ന അതിൻ്റെ അമരക്കാരനായ ആളെ തെറ്റിദ്ധരിപ്പിച്ചോ? ആർക്കാണ് തെറ്റിദ്ധാരണ വന്നത്? എവിടെയാണ് പ്രശ്നം വന്നത്? ഒരുപക്ഷെ സാബു ജേക്കബ് യാക്കോബായ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള ആ സമുദായത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം വളരെ മാതൃകാപരമായി കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാർക്കും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയം, കേരളത്തിന് പരിചിതമല്ലാത്തൊരു രാഷ്ട്രീയം കിഴക്കമ്പലത്തും എറണാകുളം ജില്ലയുടെ പല ഭാഗത്തും കാഴ്ചവെച്ച് വലിയ ജനപ്രിയത നേടിയ ആളാണ്. അദ്ദേഹം ഈ മുന്നണിയുടെ ഭാഗമായിട്ട് ആത്മാർത്ഥമായി നിൽക്കുന്നുമുണ്ട്. പക്ഷേ അത് അവർക്ക് അത്രമാത്രം സീറ്റ് കൊടുത്തത് ശരിയായില്ല എന്നൊരു അഭിപ്രായം ബി ജെ പിക്കാർക്കുണ്ട് എന്ന് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇനിയിപ്പോൾ 2020 എന്നുള്ള പാർട്ടി ഇനി ഉണ്ടായി വരണം പലയിടത്തും, അല്ലാതെ അതിനൊരു മുന്നണി എന്ന് പറയാമോ? ബി ഡി ജെ എസിൻ്റെ അവസ്ഥ ഇതാണ്. ബി ഡി ജെ എസ് ബി ജെ പിയുടെ കൂടെയാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ല എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്ന തരത്തിലാണ് ഈ ബി ഡി ജെ എസ് പോകുന്നത്. അങ്ങനെ ബി ജെ പിയുടെ കൂടെയുള്ള 2 ഘടകകക്ഷികളുടെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് പിഴവ് പറ്റിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടെ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇനിയും തെരഞ്ഞെടുപ്പുകൾ, 2029 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 2031 ഈ നിയമസഭ 5 വർഷം പൂർത്തിയാക്കിയാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അപ്പോഴേക്കും ഈ 2 ഘടകകക്ഷികളെ ശാക്തീകരിക്കാതെ എങ്ങനെ എൻ ഡി എക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അതിപ്പോൾ ബി ജെ പിയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ പാർട്ടികൾ ബി ജെ പിയുടെ സഖ്യത്തിൽ ചേരുമ്പോൾ അവർ ചോദിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള സീറ്റുകളും പദവികളും അതുപോലെ മറ്റ് പൊസിഷൻസും കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് ബീഹാറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. രാംവിലാസ് പാസ്വാൻ്റെ മകനുണ്ട്, ചിരാഗ് പാസ്വാൻ. അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രി പദവിയാണ്. ചിറാഗിന് വലിയ സ്വാധീനമുണ്ട് പല മണ്ഡലങ്ങളും. പക്ഷെ അവർക്ക് ഈ ജനതാദൾ യു, അതായത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കുള്ള അത്ര സ്വാധീനമൊന്നും അവർക്കില്ല. എന്നിരുന്നാലും കൂടി അവരെ അയാളെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ അക്കോമഡേറ്റ് ചെയ്യണം. ഒരു ഘടകകക്ഷി ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ നമ്മളോട് പലരും വിളിച്ചിട്ട് ഈ കൊടുങ്ങല്ലൂർ കൊടുത്തത് ശരിയായില്ല, കൊടുങ്ങല്ലൂർ സ്ഥാനാർത്ഥിയായിട്ട് ഗോപാലകൃഷ്ണനെ അവിടെ ബി ജെ പിക്കാർ പ്രതീക്ഷിച്ചാണ്, അതിനുശേഷമാണ് ആ സീറ്റ് 2020 അറിയുന്നത്. അതൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും പറഞ്ഞ എന്താണ്, ഒരു ഘടകകക്ഷി വരുമ്പോൾ അവർക്ക് തോൽക്കുന്ന സീറ്റുകൾ മാത്രം കൊടുത്താൽ പോരാ, വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളും കൊടുക്കണം. സി പി എം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വൈക്കം പോലെയുള്ള മണ്ഡലങ്ങൾ, വൈക്കത്തുനിന്ന് സി പി ഐക്കാരനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടത്തില്ല, സി പി ഐക്കാണ് സീറ്റ്.
CPM ആണ് പണിയെടുക്കുന്നത്. അങ്ങനെയാണ് ഒരു മുന്നണി മുന്നോട്ട് പോകുന്നത്. അതിപ്പോൾ വടകരയിലെ കേസ് തന്നെ എടുക്കാമല്ലോ നമുക്ക്. വടകരയിൽ KP ഉണ്ണികൃഷ്ണനെ നിർത്തി ജയിപ്പിക്കുകയായിരുന്നു CPM 1977 മുതൽ. അയാളെ കോൺഗ്രസിൽ നിന്ന് വിട്ടു പോന്നു കഴിഞ്ഞിട്ട് CPM-ന്റെ കടന്നപ്പള്ളി ജയിപ്പിച്ചുകൊണ്ടിരുന്നത്. അതെ. പക്ഷെ അപ്പം കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നി ഞങ്ങളാണ് ഇവിടുത്തെ എല്ലാം ഓൾ ഇൻ ആൾ ആണെന്ന് തോന്നി അവർ തന്നെ കൊളാക്കും അത്. ഇത് BJP-യുടെ ഒന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം ആണ്, സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ ഈ ഇവർ ചോദിച്ച സീറ്റുകളൊക്കെ കൊടുത്തത്, അതായത് തൃപ്പൂണിത്തുറയിലേക്ക് BJP-ക്ക് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. അവർ സുനിൽ പറഞ്ഞ പോലെ അവർ മുനിസിപ്പാലിറ്റി ഭരണം കൈപ്പിടിയിൽ ഒതുക്കിയവരാണ് അവർ. അതൊന്നും വകവയ്ക്കാതെ അത് 2020-ക്ക് കൊടുത്തു. 2020 അവിടെ നിലവിൽ അവിടുത്തെ ക്രൈസ്തവരും അതുപോലെയുള്ള ആൾക്കാരൊക്കെ വളരെ തുലവും പരിമിതമാണ് അവരുടെ എണ്ണങ്ങളെ. അപ്പോൾ അവിടെ ശരിക്കും BJP-ക്ക് മത്സരിക്കാമായിരുന്നു. മത്സരിച്ചാൽ ഫലം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് ദാറ്റ്സ് അനദർ തിങ്. പക്ഷേ BJP ആ സീറ്റുകളൊക്കെ ഒരുമാതിരി ബലിയർപ്പിക്കുകയാണ് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിപ്പോൾ പെരുമ്പാവൂരോ അതല്ലെങ്കിൽ മൂവാറ്റുപുഴയിലോ ഈ പറഞ്ഞ പോലെ കുന്നത്തുനാടും ഒക്കെ 2020-ക്ക് കൊടുക്കണതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. കാരണം അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അവരുടെ സ്വാധീന മേഖലയാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ ശബരിമലയുടെ കാര്യം പറഞ്ഞ റാന്നി ആണെന്ന് തോന്നുന്നു. റാന്നിയിലൊക്കെ എനിക്ക് തോന്നണില്ല 2020-ക്ക് ഒരു വലിയ ഒരു ബേസ് അവിടെ ഉണ്ടെന്ന് തോന്നണില്ല. അത് BJP-യുടെ വോട്ട് കൊണ്ട് ജയിച്ചു പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിരുന്നു. അത് രണ്ടു കൂട്ടർക്കും എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട് അവിടെ. വേറൊരു കാര്യമുണ്ട് സുനിൽ, ഈ സഖ്യകക്ഷികളെ കിട്ടുക എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ BJP ഇന്നും അൺടച്ചബിൾ ആണ്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും നിയമസഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നതും ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നതും നിയമസഭയ്ക്കകത്ത് ഒരു അംഗം പോലും ഇല്ലാത്ത BJP-നെയും അതുപോലെ രാഷ്ട്രീയ സ്വയം സേവക് സംഘടനയാണ്. അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, RSS-നെയും BJP-നെയും ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുകയും ഏറ്റവും കൂടുതൽ അപമാനിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ മതേതരന്മാർ എന്നുള്ള തെറ്റായ ഒരു നറേറ്റീവ് ഉണ്ട്. അപ്പോൾ അവരതേ ചെയ്യുള്ളൂ. ആരെങ്കിലും BJP-യുടെ കൂടെ സഖ്യം ഉണ്ടാക്കിയോ ഉടനെ വർഗീയ കക്ഷികളായി. അവർ CPM-ൻ്റെ കൂടെ സഖ്യകക്ഷിയായോ അവരും മതേതരന്മാരായി. ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളതാണ്. ഈ മാറും അതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ ഒരു നിരീക്ഷണമാണ്. കാരണം 2020 എന്നുള്ള പാർട്ടി കേരളത്തിൽ ഇനി വളർന്നു വരേണ്ടുന്നൊരു പാർട്ടിയാണ്. BJP അങ്ങനെ ആഗ്രഹിക്കുന്നു. കാരണം അവർ മുന്നോട്ട് വെക്കുന്ന BJP ആണെങ്കിൽ വികസിത് ഭാരത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് BJP ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വികസനം മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ 2020 വന്നു. 2020-യെ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള അവസരം. അപ്പോൾ ഒരു BJP-യിലേക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 2020 പ്രവർത്തിക്കാം. 2020 അങ്ങനെ ഈ 19 മണ്ഡലങ്ങളിൽ BJP-യുടെ 2020-യുടെ സ്വാധീനം BJP-യുടെ കൂടെ സഹായത്തോടുകൂടി ഉണ്ടായി വരികയും അതിലേക്ക് പുതിയ ആളുകൾ കടന്നു വരികയും ചെയ്ത് അടുത്തൊരു 5 വർഷം വരാൻ പോകുന്ന കാലത്തേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിൽ 2020-യെ പരിഗണിക്കാം. പക്ഷേ 2020 അതിൻ്റെ പണിയെടുക്കണം. കാരണം പല മണ്ഡലങ്ങളിലും എന്താണ് സംഭവിച്ചതെന്ന് 2020-യുടെ ആളുകൾക്കൊക്കെ അറിയാം. സാബു ജേക്കബിന് ഉൾപ്പെടെ അറിയാം പല മണ്ഡലങ്ങളിലും എന്താണ് സംഭവിച്ചത്. BJP-ക്കാർ മാത്രമേ പലയിടത്തും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 2020-യുടെ 19 സീറ്റുകൾ, ഈ 19 സീറ്റുകളിൽ സംഘടന ഉണ്ടാക്കാനുള്ള പണി ഇനി തുടർന്ന് 2020-യുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നില്ല എങ്കിൽ BJP-ക്ക് അപ്പോഴാണ് അതൊരു നഷ്ടമായി മാറാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തയ്യാറെടുപ്പ് തുടങ്ങരുത്. അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ ആരംഭിക്കണം. ഇപ്പോഴേ തുടങ്ങി ഒരു നല്ല ഒരു ഫൈറ്റിംഗ് ടീമിന്. സുനിൽ പലപ്പോഴും പറയാറുണ്ട് BJP-ക്ക് ബൂത്ത് കമ്മിറ്റി ഇല്ല എന്നുള്ളത്. ബൂത്ത് കമ്മിറ്റി ഇല്ല എന്നല്ല, എല്ലാ ബൂത്തുകളിലും ഇല്ല എന്നാണ്. അതെ, ആ കുറവ് നികത്തേണ്ട സമയം ഇപ്പോഴാണ്. ഇപ്പോഴേ എന്താ പറയുക, പാർട്ടി പ്രവർത്തകരെ, പാർട്ടി ആക്ടിവിസ്റ്റുകളെ വിളിച്ചിരുത്തി അവരുമായിട്ട് മീറ്റിംഗ് നടത്തിയിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ബൂത്ത് കമ്മിറ്റി എന്താണ് പറയുന്നത്, സജീവമാക്കണം. നിങ്ങൾ ലോക്കൽ പ്രശ്നങ്ങൾ 2020-ക്ക് പറഞ്ഞതുപോലെ BJP-ക്ക് കേരളത്തിലെ എല്ലായിടത്തും സാന്നിധ്യമുള്ള BJP-ക്ക് എല്ലായിടത്തും ബൂത്ത് കമ്മിറ്റി ഇല്ലെങ്കിൽ 2020-ക്ക് അതിന് കഴിയില്ല. ഇപ്പം എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു മണ്ഡലം ഏറ്റുമാനൂരാണ്, നമ്മുടെ ആതിര മത്സരിച്ച മണ്ഡലം. അവിടെ ഈ 2020-യുടെ പേരിൽ ഒരാളെ കണ്ടിട്ടുള്ളൂ. ആദ്യമത്തെ ഒരു മീറ്റിങ്ങിൽ 4-5 പേരെ കണ്ടു. പിന്നീട് ഒരാളെ അവസാനമൊക്കെ ഇപ്പോൾ അദ്ദേഹത്തെയും കാണാനില്ലായിരുന്നു.
അദ്ദേഹത്തിന് ശാരീരികമായ നല്ല പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ശ്വാസം മുട്ടൽ, ഇൻഫെക്ഷനൊക്കെ ആയി. അങ്ങനെ അതൊരു BJP സ്ഥാനാർത്ഥിയെ പോലെയാണ് പിന്നീട് ആതിരയ്ക്ക് നിൽക്കേണ്ടി വന്നത്. ആതിര ഈ പറഞ്ഞ ആതിരയുടെ ഒരു പശ്ചാത്തലവും അത്ര അങ്ങനെയൊക്കെ ആയിരുന്നു എന്നത് വേറെ കാര്യം. ആതിര ഒരു സംഘ കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ 2020യുടെ പ്രവർത്തകരെ കാണാനില്ല. കാരണം അവിടെ ഇനിയെങ്കിലും ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ നിയമസഭയും വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ 19 മണ്ഡലങ്ങളിലും 2020യുടെ ഘടകങ്ങളെ സജീവമായി പുനഃസംഘടിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് BJPക്കാർ പറയുന്ന ആക്ഷേപങ്ങൾ ശരിയാണെന്ന് വരും. BJPക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 2020ക്ക് സീറ്റുകൾ കൊടുത്തതുകൊണ്ട് അതൊരു പരീക്ഷണമാണ്. രാഷ്ട്രീയത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ നടക്കുന്നു. ഒരു പുതിയ ഘടകകക്ഷിയെ ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് സ്വാധീനമുള്ള BJPയിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ആളുകളെ ഒരു പാലമിട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് BJPക്കാർക്ക് നീരസമുണ്ടായിരുന്നു. 2020യുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാതിരുന്ന BJPക്കാരെ എനിക്കറിയാം. അത് ഞങ്ങൾ ഈ സീറ്റ് കൊടുത്തുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ്. അതൊന്നുമല്ല, ഒരു തെരഞ്ഞെടുപ്പാണ്, ഒരു മുന്നണിയാണ്. മുന്നണിയിൽ എല്ലാ ഘടകകക്ഷികളെയും ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ ഘടകകക്ഷിയായിട്ട് 2020 സാബു ജേക്കബിനെ പോലെ ഉള്ള വലിയ മേൽവിലാസമുള്ള, വലിയ ക്രെഡൻഷ്യൽസുള്ള, തെളിയിക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു വിജയിച്ച വ്യവസായിയാണ്, വിജയിച്ച ആളാണ്. കാരണം അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ മുന്നണിയിൽ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ബാലാരിഷ്ടതകൾ ഉണ്ടായിരിക്കാം, അത് അവർ പരിഹരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. 2020യുടെ അമരക്കാരനായ സാബു ജേക്കബ് ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അടിയന്തരമായി അദ്ദേഹം ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത്, കുമാരത്തിലപ്പൻ സാറിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകത്തില്ല. ഇല്ല സുനിൽ, ഞാൻ ഒരു കാര്യം പറയാം സുനിലിൻ്റെ അടുത്ത്. അങ്ങ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സുനിൽ. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 2026 മാർക്സിസ്റ്റ് പാർട്ടി വളരെ കുറഞ്ഞ സീറ്റിന് തോറ്റു. വളരെ കുറഞ്ഞ സീറ്റുകൾ കിട്ടിയുള്ളവർക്ക് വൻ ഭൂരിപക്ഷമാണ് UDFന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം സുനിലിൻ്റെ. 1977 എമർജൻസി കഴിഞ്ഞ് ഉടനെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിക്ക് 120ഓളം സീറ്റുകൾ കിട്ടി. ആ ഗവൺമെൻറ് 2 വർഷത്തിനുള്ളിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് പണ്ടാറടങ്ങി താഴ്ത്തു വീണു. മനസ്സിലായില്ലേ? പിന്നെ 2000 മൂന്നാമത്തെ വർഷം തെരഞ്ഞെടുപ്പിന് പോകേണ്ടി വന്നു അവർക്ക്. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ കൾച്ചർ അനുസരിച്ചിട്ട്, കോൺഗ്രസിൻ്റെ കാലുവാരലനുസരിച്ചിട്ട്, കോൺഗ്രസിൻ്റെ പാരമ്പര്യം അനുസരിച്ചിട്ടാണെങ്കിൽ മിക്കവാറും 2029 തന്നെ ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ കേരള നിയമസഭയിൽ ഈ മന്ത്രിസഭ 8 തട്ടിൽ പൊട്ടി പണ്ടാറടങ്ങി താഴ്ത്തി വീഴും. കാരണം കോൺഗ്രസ്സുകാർക്ക് ഗ്രൂപ്പില്ലാതെയും ഗ്രൂപ്പ് കളിക്കാതെയും ഗ്രൂപ്പ് ഫൈറ്റ് ചെയ്യാതെ നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ സതീശനും വേണുഗോപാലനും പിന്നെ മറ്റേ രമേശ് ചെന്നിത്തലയ്ക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒരേപോലെ ഒരു ടീമിലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതുകൊണ്ട് എല്ലാവരും ഫുട്ബോൾ കളിക്കാനാണ്, എല്ലാവരും 4 വശത്തേക്കായിരിക്കും തുഴയുക. അപ്പോൾ പിന്നെ എങ്ങനെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്നുള്ള വിശേഷം അത് ഞാൻ സുനിലിന് വിട്ടു തരണം. സുനിൽ ആലോചിക്കുക. കാരണം ഇവരെയൊക്കെ കൂടുതൽ, എന്നെക്കാളും കൂടുതൽ സുനിലിനാണല്ലോ അറിയാവുന്നത്. ഞാൻ ഇവരെയൊക്കെ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. യു ഫൈൻഡ് ഔട്ട്. അല്ല, എനിക്ക് പറയുന്നത് ഇത് നമ്മുടെ 2020യുടെ സുഹൃത്തുക്കളും അറിയണം. അല്ല, അവർ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോഴേ തുടങ്ങണം. 2020ക്ക് യുടെ പരാധീനതകൾ, ഹാൻഡിക്യാപ്സ് അവർക്ക് നന്നായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, തെരഞ്ഞെടുപ്പിന് ശേഷം 2020 അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളും ഒരു മീറ്റിംഗ് വിളിച്ചു. മീറ്റിങ്ങിൽ സ്ഥാനാർത്ഥികൾ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. 2020യുടെ കമ്മിറ്റികൾ എല്ലാ താലൂക്കുകളിലും എല്ലാ മണ്ഡലങ്ങളിലും സജീവമായി സംഘടിപ്പിച്ച് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മെഷീനറി ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ BJPക്കാർക്ക് വലിയ നിരാശ വരും. BJPക്കാർ ഞങ്ങൾക്ക് നഷ്ടം പറ്റി എന്ന് പറയുന്നത് ശരിയാണെന്ന് വരും. അതുകൊണ്ട് BJP സുഹൃത്തുക്കളെ വിശ്വാസത്തിലെടുത്ത് അവിടെ 2020 ഒരു അവർ ഈ സാഹചര്യത്തിനനുസരിച്ച് എക്യുപ്ഡ് ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സാബു ജേക്കബിന് കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. തെരഞ്ഞെടുപ്പിലെ പരാജയമൊന്നുമല്ല, തിരിച്ച് എത്ര തരം ഇന്ദിരാഗാന്ധി തോറ്റുപോയിട്ടുണ്ടല്ലോ. അത് പണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കണം, വിൻസ്റ്റൺ ചർച്ചിൽ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, അദ്ദേഹം 2ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചൊരു സീരീസ് ഓഫ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ആ പുസ്തകം തുടങ്ങണ തന്നെ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇൻ വാർ റെസൊല്യൂഷൻ, ഇൻ ഡിഫീറ്റ് ഡിഫാൻസ്, ഇൻ വിക്ടറി മാഗ്നാനിമസ്, ഇൻ പീസ് ഗുഡ് വിൽ. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുമ്പോൾ ദൃഢനിശ്ചയത്തോടുകൂടി യുദ്ധം ചെയ്യുക, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ കൂസലാക്കാതെ മുമ്പോട്ട് പോവുക, വിജയിച്ചു കഴിഞ്ഞാൽ അതിന് വിശാല ഹൃദയത്തോടുകൂടി സ്വാഗതം ചെയ്യുക, മറ്റെല്ലാവരോടും അതേപോലെ പെരുമാറുക, സമാധാനമാണെങ്കിൽ ഗുഡ് വിൽ, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഈ 4 വാക്കുകൾ
വിഖ്യാതമായ വാക്കുകളാണ്. വിൻസ്റ്റൺ ചർച്ചിൽ കോയിൻ ചെയ്ത വാക്കുകളാണത്. അത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ ഈ ആഴ്ച പിണറായി വിജയന് വീണ്ടും മൂന്നാമത്തെ മുഖ്യമന്ത്രിയായിട്ട് കഴിയുമായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യാൻ. സാബു ജേക്കബിന് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സാബു ജേക്കബിനെ സംബന്ധിച്ച് സാബു ജേക്കബിന്റെ ടാർഗറ്റ് ശ്രീനിജനായിരുന്നു. ശ്രീനിജൻ തോറ്റു. ശ്രീനിജൻ തോൽക്കേണ്ട ആളായിരുന്നു. സാബു ജേക്കബിൻ്റെ കൂടെയുള്ള ദീപു എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ CPM-ൻ്റെ ഗുണ്ടകൾ തല്ലിക്കൊന്നു, തലക്കടിച്ചു കൊന്നു. ആ കമ്പനി കിറ്റക്സിൻ്റെ കമ്പനി അവിടെ പ്രവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം പരിപാടിയാണ് ശ്രീനിജൻ ഉറപ്പിച്ചത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ് അമ്മായിയപ്പച്ചൻ്റെ വലിപ്പം കൊണ്ട് CPM-ലെ പേയ്മെൻറ്റ് സീറ്റായിട്ട് CPM-ൽ കയറി വന്നു. എന്നിട്ട് CPM-ൻ്റെ MLA ആയി. MLA ആയിട്ട് അദ്ദേഹത്തെ ഭരിച്ചിരുന്നത് അടിമുടി അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവുമായിരുന്നു. മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കാമെന്നതിന് ഗവേഷണം ചെയ്താൽ മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, 554 വോട്ടിന് ഞാൻ ജയിക്കുമെന്ന്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ പതനം വീഴിക്കാൻ കാരണം അവിടെ ശ്രീനിജൻ വീഴുക എന്നുള്ളത് സാബു ജേക്കബിൻ്റെ ആവശ്യമായിരുന്നു. ബാബു ദിവാകരനുള്ള സ്ഥാനാർത്ഥിയിലൂടെ സാധിച്ചില്ലെങ്കിലും ആ ബാബു ദിവാകരനിലൂടെ തന്നെയാണ് സാധിച്ചത്. അത്ര ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തി വലിയ മത്സരം സാധിച്ചതുകൊണ്ട് ശ്രീനിജനെ വീഴ്ത്താൻ കഴിഞ്ഞു. അവിടെ രണ്ടാം സ്ഥാനത്ത് 2020 ആണോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്, കണക്ക് മുഴുവൻ വന്നിട്ടില്ല. ഏതായാലും ശത്രുവിനെ വീഴ്ത്തി ഇനി സ്വന്തം ശേഷി കൂട്ടുക എന്നത് 2020 അനിവാര്യമായും അടിയന്തരമായും ചെയ്യേണ്ട കാര്യമാണ്.